ഒരിടത്തൊരിടത്തൊരു സുന്ദരമായ കടലോര ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ആളുകൾ ജീവിച്ചിരുന്നത് മീൻ വിട്ടും മത്സ്യം പിടിച്ചും തന്നെയായിരുന്നു. അവിടെ തന്നെ രോഹൻ എന്ന് പറയുന്ന ഒരു കുട്ടിയും അവന്റെ മുത്തശ്ശിയും താമസിച്ചിരുന്നു. മുത്തശ്ശി, എന്തോരം ഞണ്ടുകളാ ഈ കടലോരത്ത്. ഞാനേ ഞണ്ടിനെ പിടിച്ചോണ്ട് വന്ന് കറി വെച്ച് കഴിച്ചാലോ മുത്തശ്ശി? നമുക്ക് ഞണ്ട് കിട്ടിയോ മോനെ? കിട്ടി മുത്തശ്ശി, നമുക്ക് കറി വെച്ച് കഴിക്കാം. ഓ, ഇവന് കറി വെച്ചാൽ എന്ത് രുചിയായിരിക്കും മുത്തശ്ശി. ശരിയാ മോനെ. കണ്ടില്ലേ മോനെ, അവൾ കടലിൽ പോയിട്ട് അവർക്കൊന്നും തന്നെ കിട്ടിയില്ലെന്നാണ് തോന്നുന്നത്. കാറ്റും കോളും വന്നാൽ പിന്നെ വലിയ വിഷമമാണ്. ഇന്ന് മീനൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ പോയാൽ വലിയ പ്രയാസമാകും. കടൽ കോപിച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. എന്തൊരു കാറ്റാണ് മുത്തശ്ശി, ഈ കാറ്റ് കാരണം കടലോരവാസികൾ വളരെയധികം പ്രയാസത്തിലാണ്. ഇതിനെ തുരത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശി? അതിനൊരു പോംവഴി കണ്ടെത്തണം. മോനെ, ഈ കാറ്റും മഴയും ഒക്കെ നമ്മളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവയെ തുരത്താനുള്ള വഴിയല്ല നോക്കുന്നത്, അവയെ സൂചമായി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബഹുമാന സൂചകമോ? അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് മുത്തശ്ശി? അതിനു വേണ്ടി ഒരു തുണി നെയ്ത് നമ്മൾ വഞ്ചിയുടെ മുകളിൽ കെട്ടണം. അതൊരു വെറും തുണിയല്ല, അത് ഉണ്ടാക്കുന്നത് പുല്ലും തൂവലുകളും ചിപ്പിയും വെച്ചിട്ടാണ്. അത് കാണുമ്പോൾ കാറ്റിന് വളരെ സന്തോഷമാകും. അങ്ങനെ കാറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ മത്സ്യം കിട്ടാൻ വേണ്ടി സഹായിക്കുകയും വഴി കാട്ടുകയും ചെയ്യുന്നു. വാ മോനെ, നമുക്ക് അത് ഉണ്ടാക്കാനുള്ള തൂവലുകളും ചിപ്പിയും പുല്ലും ശേഖരിക്കാം. ശരി മുത്തശ്ശി, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവർ ചിപ്പികളും തൂവലുകളും ഇലകളും ശേഖരിക്കാൻ തുടങ്ങി. മോനെ, നല്ലത് നോക്കി എടുക്കുക കേട്ടോ, എന്നേ തുണിക്ക് ബലം ഉണ്ടാകൂ. അങ്ങനെ അവർ ഉത്സാഹത്തോടെ തുണി നെയ്യാൻ തുടങ്ങി. ഇതിന് വേണം നോക്കട്ടെ. ഇത് നല്ല ബലത്തിലാ കിട്ടിയത് മുത്തശ്ശി, കണ്ടില്ലേ, വലിച്ചിട്ട് വരുന്നില്ല. അങ്ങനെ രാത്രിയായപ്പോൾ മുത്തശ്ശിയും മകനും കൂടി കണ്ട കാഴ്ച വളരെ അത്ഭുതകരമായിരുന്നു. അവർ കണ്ടത് മന്ദമാരുതൻ ആഹ്ലാദത്തോടെ അവിടെ നൃത്തം ചവിട്ടുന്നതായിരുന്നു. അവരെ കണ്ട പാടെ കാറ്റ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ സമ്മാനം വളരെയധികം ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുഴപ്പവും വരാതെ നിറയെ മീൻ കിട്ടാൻ ഞാൻ സഹായിക്കാം. ശരി, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് ലഭിച്ചതിൽ. നന്നായിരിക്കട്ടെ. നോക്കു മോനെ, ഈ തവണ അവർ വന്നിരിക്കുന്നത് നിറയെ മീനായിട്ടാണ്. ശരി മോനെ, വളരെ നന്ദിയുണ്ട്. ഇത് എനിക്കാണല്ലേ? അന്ന് മുതൽ മുത്തശ്ശി ഇത് ഓരോന്നായി ഉണ്ടാക്കി ബോട്ടുകളിൽ കെട്ടുകയും ഇത് അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു. കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കൂ കേട്ടോ. എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങളാണ് ഇത് ചെയ്യേണ്ടതും ഈ ഗ്രാമത്തെ സംരക്ഷിക്കേണ്ടതും. മറക്കരുത്. മോനെ ഇഷ്ടപ്പെട്ട ഞണ്ടുകറിയുണ്ട്. ആണോ മുത്തശ്ശി? ഓ, പിന്നെ അങ്ങോട്ട് ആ ഗ്രാമത്തിൽ ഒരു ബുദ്ധിമുട്ടും മത്സ്യത്തിന് ഉണ്ടായിട്ടില്ല. ആ മുത്തശ്ശിയും കൊച്ചുമകനും സന്തോഷത്തോടെ ഗ്രാമവാസികളോടൊപ്പം ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി?